ഹായ് ഫ്രണ്ട്സ്, ബേബി കോൺ വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു റെസിപ്പി തയ്യാറാക്കാം. ആദ്യം ബേബി കോണിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ഇടുക. അതിന് നമുക്ക് പിന്നെ എണ്ണയിലിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു ബേബി കോൺസാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഫുള്ളൊരു ഗോൾഡൻ കളറാവണം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഫ്രൈ ആവണം. അപ്പോൾ ഉണ്ടോ, എല്ലാം കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ചുമയ്ക്കാതിരിക്കാൻ വേണ്ടി കരിക്കാതിരിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എണ്ണ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണ കൂടി ഇട്ട് കൊടുത്ത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എണ്ണ ഇഷ്ടത്തെ പോലെയാണ് ഇരിക്കുന്നത്. നല്ല തണുപ്പൊന്നും ഭയങ്കര തണുപ്പില്ല, എന്നാലും തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എണ്ണ കഷ്ടപ്പെടുത്തപ്പോൾ ആവശ്യത്തിന് കുപ്പി ഇളക്കി പിളക്കിയിട്ട് എടുത്താലേ എനിക്ക് പറ്റുള്ളൂ. ഇതാണ് കുപ്പിയുടെ അവസ്ഥ. കുപ്പി നമുക്ക് ചളക്കി പൊളുക്കി തിരുക്കിയൊക്കെ എടുത്താണ് എണ്ണ എടുത്തത്. എന്തായാലും നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഫ്രൈ ആയി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇളക്കിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫ്രൈ ആയി കിട്ടും. ഇതിന് കുറേ എണ്ണ ഒഴിച്ചതാണ്, പക്ഷേ ഇപ്പോൾ എണ്ണയൊന്നും കാണാനില്ല. ഇത് പറ്റിയെന്നറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. തീ ഇപ്പം ഞാൻ കൂട്ടി വെച്ചു. എൻ്റെ സൈഡൊക്കെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മൂന്നിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ ഭാഗം അടിഭാഗം മാത്രമേ ഫ്രൈ ആവുള്ളൂ. എന്തായാലും ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഫ്രൈ ആയി. ഭയങ്കരമായിട്ട് ഫ്രൈ ആയില്ല, ഞാൻ മനസ്സിൽ കണ്ട രീതിക്ക് ഫ്രൈ ആയില്ല, എങ്കിലും ഏകദേശമൊക്കെ ഫ്രൈ ആയി. ഇനി ഇരുന്ന് അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമുക്കിതിനെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇടാം. ഓക്കെ, അപ്പം നമ്മൾ സവാള ഇട്ടു. ഇനി ഈ സവാള നല്ല പോലെ വരണം, നല്ല ഫ്രൈ ആവണം, അതൊരു കറുത്ത കളറാവണം. നമുക്ക് കരിക്കില്ലേ, അല്ലാതെ നേരത്തെ ബേബി കോൺ കരിഞ്ഞതിൻ്റെ ചുമയാണ് ഇപ്പോൾ കേട്ടത്. അതുപോലെ കരിക്കരുത്, ഇത് നമുക്ക് ഫ്രൈ ആക്കണം. അപ്പോൾ എങ്ങനെയും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ബേബിക്കോൺ കരിച്ചത്. അത് കരിഞ്ഞതല്ല, അതുപോലെ സവാള കരിക്കരുത്. സവാള ഭയങ്കരമായിട്ട് ഇളക്കണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ശരിയാവും സവാള. അപ്പോൾ കുറച്ച് ഉപ്പിനിട്ടതിന് നേരത്തെ ബേബി കോൺ പൊരിച്ചപ്പോഴും ഓൾറെഡി അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ് ആവൂല. അപ്പോൾ നമുക്ക് ഇത് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ
എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഭയങ്കരമായിട്ട് ഇളക്കിയത് പെട്ടെന്ന് വേവില്ല, നമുക്ക് കുറച്ച് നേരം വച്ചിരിക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മൊരിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഒരു ടൊമാറ്റോ ആണ്, ഒരു മുഴുവൻ ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ടൊമാറ്റോയും സവാളയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ടൊമാറ്റോ വേവുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ടൊമാറ്റോ നല്ല വെന്തുടഞ്ഞ് വരും, അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവാളയും ടൊമാറ്റോയും ഏകദേശം വാടി വന്നു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ കരിയും ചെയ്യും, നമുക്ക് ചുമയും വരും. അപ്പോൾ ചെറിയ തീയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. നല്ലതുപോലെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ടൊമാറ്റോയും സവാളയും എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നമുക്ക് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അതായത് നമ്മളിട്ട് കൊടുത്ത മുളക് പൊടിയും സവാളയും എല്ലാം കൂടി അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ കോണെടുത്ത് ഇട്ട് കൊടുക്കണം. ഇതിലിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം. ഓക്കെ ഓക്കെ ഇതെല്ലാം കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അതിൽ എല്ലാം നമ്മളിപ്പോൾ നേരത്തെ കോൺ പൊരിച്ച് വെച്ചപ്പോൾ അതിലിട്ട ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോയിൽ അങ്ങനെ ഉപ്പിട്ടില്ല, സവാളയിൽ കുറച്ച് ഉപ്പാണ് ഇട്ടത്. അപ്പോൾ ഇനി ഈ ഉപ്പെല്ലാം കൂടി ചേർന്ന് മിക്സായി ഒരുമിച്ചാവും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനോ അല്ലാതെ ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ബേബി കോൺ റെസിപ്പി തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.